+1 ഈസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പാഠം പഠിക്കുന്ന സമയം ക്ലാസ്സിലെ ഒരു കുട്ടി ചോദിച്ചു, തമാശപൂർവേണേ, സാർ, ഈ വയസ്സായി മരിക്കുന്ന കാക്കകളൊക്കെ എവിടെയാ പോണേ? കരണ്ടടിച്ച് മരിക്കുന്ന കാക്കകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ സാറ് പറയാം, ഈ കാക്കകൾക്ക് വയസ്സായാല് ബാക്കിയുള്ള കുഞ്ഞു കാക്കകളൊക്കെ വന്ന് അതിൻ്റെ തലയിൽ കൊത്തി 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 അതിനെ കൊല്ലും. അങ്ങനെയാണ് നടക്കുക. അപ്പൊ ക്ലാസ്സിലെ വേറൊരു കുട്ടി ചോദിച്ചു, അപ്പൊ സാറേ, പരുന്തും ഇതേപോലെ ആയിരിക്കും അല്ലേ? വയസ്സായ പരുന്തിനെ ബാക്കിയുള്ള പരുന്തുകൾ കൊത്തി കൊത്തി കൊല്ലും അല്ലേ സാറേ? അപ്പൊ സാർ ചിരിച്ചുകൊണ്ട് പറയാ, അവൻ അങ്ങനല്ല മക്കളെ, അവന്റെ കഥ വേറെയാ. വയസ്സായെന്ന് തോന്നുമ്പം, തന്നെ കുഞ്ഞുങ്ങൾ കൊത്തിക്കൊല്ലാമെന്ന് തോന്നുമ്പം, എല്ലാം അവസാനിച്ചു എന്ന് തോന്നുമ്പം അവൻ ആരുമില്ലാത്ത കോണിൽ ചെല്ലും. പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങളെ അവൻ കൊത്തിനേരെയാക്കും. ദിശ തെറ്റിയ ചിറകുകളെ അവൻ കൊത്തിനേരെയാക്കും. മൂർച്ചയില്ലാത്ത ചുണ്ടുകളെ അവൻ കൂർപ്പിച്ച് കൂർപ്പിച്ച് മൂർച്ച കൂട്ടും. എന്നിട്ട് ആകാശം നോക്കി ഒരു പറത്തമുണ്ട്. കുഞ്ഞു പരുന്തും കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും പറന്നെത്താൻ പറ്റാത്ത ഉയരത്തിൽ അവൻ ആ പ്രദേശത്തിന്റെ രാജാവായി പറന്നുയരും. എല്ലാം തൻ്റെ അധീനതയിലാണെന്നൊരു തോന്നൽ അവൻ ഉണ്ടാകും. എനിക്കും ഇതേ പറയാനുള്ളൂ. ഒരിക്കലും ഒരു വാർദ്ധക്യമോ ഒരു പ്രതിസന്ധിയോ ഒന്നും നിങ്ങളെ തളർത്താൻ പോകുന്നില്ല. എല്ലാം അവസാനിച്ചു എന്ന് തോന്നുമ്പം അവിടെ നിന്ന് ശക്തമായി തുടരുക. എല്ലാം തുടങ്ങിക്കഴിയുന്നു എന്ന് വിചാരിക്കുമ്പം അവിടെ നിന്ന് ശക്തമായി എല്ലാം പൂർത്തീകരിക്കുക. ഞാൻ നിങ്ങളുടെ അഖിൽ സാർ. ചിലർ വിളിക്കുന്നു കിങ്ങിണി, പലർ വിളിക്കുന്നു വാഴ. എനിക്ക് ഞാൻ തന്നെ. വേഗം വാട പഞ്ചാര മുഞ്ചാരകളെ. നമ്മൾ സെച്ചു റീപ്രൊഡക്ഷനിലെയും നമ്മൾ ബയോടെക്നോളജിയിലെയും കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാടാ. വേഗം വാ, പോരെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. എന്താണ് സാറേ ഈ ഫിഗർ എന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഈ ഫിഗർ കണ്ടാ പറ, ഇതേതാ ഫിഗർ? പറ 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 ഇതേതാടാ ഫിഗർ? മക്കളെ, ഇതാടാ മക്കളെ ഈ ചിത്രത്തിലെ സ്ക്യൂട്ടെല്ലാം കണ്ടോ? സ്ക്യൂട്ടെല്ലാം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? അതെന്തായിരിക്കും? മോണോകോട്ട് എംബ്രിയ. സ്ക്യൂട്ടെല്ലാം എന്ന് പറഞ്ഞാൽ എന്താ? അത് മോണോകോട്ട് എംബ്രിയോയിലെ ഒരു സാധനമാണ്. മോണോകോട്ട് എംബ്രിയോയിലെ ഒരു കോട്ടിലിടനേ ഉള്ളൂ. ആ ഒരു കോട്ടിലിടന്റെ പേരാണെന്ത്? സ്ക്യൂട്ടെല്ലം. എന്താ വിളിക്കുക? സ്ക്യൂട്ടെല്ലം. അടുത്ത മക്കളെ, ഇവിടെ ചോദിച്ചിട്ടുണ്ട്, എന്താണ് സ്ക്യൂട്ടെല്ലം എന്ന് പറഞ്ഞാൽ എന്താ? മോണോകോട്ട് എംബ്രിയോന്റെ ഒരൊറ്റ കോട്ടിലിടൻ. ആ ഒറ്റ കോട്ടിലിടന്റെ പേരാണെന്ത്? സ്ക്യൂട്ടെല്ലം. അടുത്ത, എന്താ കോളിയോപ്റ്റൈൽ എന്ന് പറഞ്ഞാൽ? പ്ലിമ്യൂളിനെ കവർ ചെയ്യുന്നതാണ് എന്ത്? കോളിയോപ്റ്റൈല്. പ്ലിമ്യൂളിന്റെ കവറിംഗ് ആണ് എന്ത്? കോളിയോപ്റ്റൈല്. അപ്പൊ എന്താ മക്കളെ? കോളിയോറൈസ. റാഡിക്കിളിന്റെ കവറിംഗ് ആണ് എന്ത്? കോളിയോറൈസ. നോക്കട്ടെ, ഇവിടെ തന്നെ ഉണ്ട് പ്ലിമ്യൂള്. പ്ലിമ്യൂളിന്റെ കവറിംഗ് ആണ് കോളിയോപ്റ്റൈല്. ഇവിടെ ഉണ്ട് 6, കണ്ടോ? റാഡിക്കിളിന്റെ കവറിംഗ് ആണ് കോളിയോറൈസ. ഓക്കെ അല്ലേടാ? സ്ക്യൂട്ടെല്ലം സെറ്റാ, കോളിയോറൈസ് സെറ്റാ, കോളിയോപ്റ്റൈലും സെറ്റാ. ഓക്കേടാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. സ്മോൾ കെമിക്കലി സിന്തസൈസ്ഡ് oligonucleotide that are complementary to template DNA. ടെംപ്ലേറ്റ് DNA നോക്കടാ. ഒരു DNA, ആ DNAക്ക് കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ എന്താ? ആ DNAയിലെ ഒട്ടിപ്പിടിക്കാൻ പറ്റുന്ന സാധനം. ഒരു DNAക്ക് കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ എന്താ? ആ DNAയിൽ പോയി ഒട്ടിപ്പിടിക്കാൻ പറ്റുന്ന സാധനം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നോക്കി, എന്തോ ഒരു സാധനം അത് ടെംപ്ലേറ്റ് DNAയിൽ ഒട്ടിപ്പിടിക്കാൻ പറ്റുന്നതാ. ടെംപ്ലേറ്റ് DNAക്ക് കോംപ്ലിമെന്ററിയാ. അത് മാത്രമല്ല, ആ സാധനം എന്താ? സ്മോൾ ആണ്. ആ സാധനം കെമിക്കൽസ് വെച്ച ഉണ്ടാക്കിയേക്കണേ. ആ സാധനം ഒളിഗോന്യൂക്ലിയോടൈഡ് ആണ്. ഒളിഗോന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ന്യൂക്ലിയോടൈഡ്, ഒരുപാട് നീളമില്ലാത്ത ന്യൂക്ലിയോടൈഡ് എന്ന അർത്ഥം. ഒലിഗോ എന്ന് പറഞ്ഞാൽ ഷോർട്ട് എന്ന അർത്ഥം. നീളമില്ലാത്ത ചെറിയ ന്യൂക്ലിയോടൈഡ് എന്നാണ് ഒലിഗോ ന്യൂക്ലിയോടൈഡിന്റെ അർത്ഥം. അപ്പം എന്തോ ഒരു സാധനം ഒളിഗോ ന്യൂക്ലിയോടൈഡ് ആണ്, സ്മോൾ ആണ്, കെമിക്കൽ വെച്ച ഉണ്ടാക്കിയത്, ടെംപ്ലേറ്റ് DNA ഒട്ടിപ്പിടിക്കാൻ പറ്റുന്നതുമാണ്, കോംപ്ലിമെന്ററി ആണ്. എങ്കിൽ ആ സാധനം എന്താ? സ്മോൾ ആയിരിക്കണം, കെമിക്കൽസ് വെച്ച ഉണ്ടാക്കിയേക്കണേ, ഒളിഗോ ന്യൂക്ലിയോടൈഡ് ആയിരിക്കണം, ടെംപ്ലേറ്റ് DNA കോംപ്ലിമെന്ററി ആയിരിക്കണം. അങ്ങുള്ള സാധനം ഏതാ മക്കളെ? നമ്മൾ PCR ഉപയോഗിക്കുന്ന സാധനം. ചെറിയ ഒരു DNA എന്താടാ? പ്രൈമർ എന്ന് കേട്ടാൽ എന്താ പറയാ?
സ്മോൾ ആണ് സാറേ, കെമിക്കലി സിന്തസൈസ്ഡാ സാറേ, ഒളിഗോ ന്യൂക്ലിയോടൈഡാ സാറേ, പിന്നെന്താ കോംപ്ലിമെന്ററി ടു ടെംപ്ലേറ്റ് DNA. അതാണ് പ്രൈമർ. പ്രൈമർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ചെറിയ DNA മക്കളെ കണ്ടോ, ഇതേപോലെ ഒരു ചെറിയ DNA. അതിനുമുണ്ട് 5' 3'. ഏത് DNA എടുത്താലും 5' 3' കാണും. നമ്മുടെ പ്രൈമറിനും എന്തുണ്ട്? 5' 3' ഉണ്ട്. ചെറുതുമാണ്, കെമിക്കലുമാണ്, ഒളിഗോ ന്യൂക്ലിയോടൈഡുമാണ്. ഓക്കേടാ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. അടുത്ത ക്വസ്റ്റ്യൻ എടാ, ഫ്ലവേഴ്സ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ചാസ്മോഗ്യാമസ് ഫ്ലവർ, പിന്നെ ഏതാ ക്ലീസോഗ്യാമസ് ഫ്ലവർ. ക്ലീസോഗ്യാമസ് ഫ്ലവർ എപ്പോഴും ഓട്ടോഗ്യാമസ് ആണ്. എന്താ? ക്ലീസോഗ്യാമസ് ഫ്ലവർ എപ്പോഴും സെൽഫ് പോളിനേഷനാ കാണിക്കുക. കാരണം എന്താ മക്കളെ? ചാസ്മോഗ്യാമസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും തുറന്നിരിക്കുന്ന ഫ്ലവർ ആണ് ഏത്? ചാസ്മോഗ്യാമസ് ഫ്ലവർ. എപ്പോഴും അടഞ്ഞിരിക്കുന്ന ഫ്ലവർ ആണ് ഏത്? ക്ലീസോഗ്യാമസ് ഫ്ലവർ. ചാസ്മോഗ്യാമസ് എന്ന് പറഞ്ഞാൽ എന്താ? തുറന്നിരിക്കുന്ന ഫ്ലവർ. അടഞ്ഞിരിക്കുന്ന ഫ്ലവർ ആരാ? ക്ലീസോഗ്യാമസ് ഫ്ലവറാ. അപ്പൊ നോക്ക് മക്കളെ, ക്ലീസോഗ്യാമസ് ഫ്ലവർ എപ്പോഴും അടഞ്ഞല്ലേ ഇരിക്കണേ. ക്ലീസോഗ്യാമസ് ഫ്ലവർ എപ്പോ നോക്കിയാലും അടഞ്ഞായിരിക്കുക. ഈ അടഞ്ഞിരിക്കുമ്പോ എന്താ പ്രത്യേകത? ഈ അടഞ്ഞിരിക്കുമ്പം ഈ ഫ്ലവറിൻ്റെ ഉള്ളിലെ ആന്തറിൽ നിന്ന് വരുന്ന പോളൻ ഗ്രെയിൻസ് ഈ മുകൾ ഭാഗത്ത് തട്ടി അതേ ഫ്ലവറിലെ തന്നെ എന്തിൽ വീഴും? സിഗ്മയിൽ വീഴും. എടാ, ഈ ക്ലീസോഗ്യാമസ് ആയിക്കോട്ടെ ചാസ്മോഗ്യാമസ് ആയിക്കോട്ടെ, രണ്ടും ബൈസെക്ച്വൽ ഫ്ലവറാ. ബൈസെക്ച്വൽ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഫ്ലവറിൻ്റെ ഉള്ളിൽ ആന്തറും കാണാം, സിഗ്മയും കാണാം. ബൈസെക്ച്വൽ ഫ്ലവറാ. അപ്പൊ നോക്കിയേ, ഇതാണ് ക്ലീസോഗ്യാമസ് ഫ്ലവർ. അതെപ്പോഴും അടഞ്ഞാ ഇരിക്കുക. അതിൻ്റെ ഉള്ളിൽ ആന്തറുമുണ്ട്, അതിൻ്റെ ഉള്ളിൽ സിഗ്മയും ഉണ്ട്. ഈ അടഞ്ഞിരിക്കുമ്പോൾ എന്താ പറ്റുക? ഈ ആന്തറിൽ നിന്ന് വരുന്ന പോളൻ ഗ്രെയിൻസ് ഈ മുകളിലത്തെ അടപ്പിൽ തട്ടി അതേ ഫ്ലവറിലെ തന്നെ സിഗ്മയിൽ വീഴും. നോക്ക്, പോളൻ ഗ്രെയിൻസ് പറന്നു ഈ അടപ്പിൽ തട്ടി അതേ തന്നെ സിഗ്മയിൽ വീഴും. എപ്പോഴും അടഞ്ഞിരിക്കുന്ന കാരണം ഇവരുടെ പോളൻ ഗ്രെയിൻസ് വേറെ പുറത്തോട്ട് എവിടെയും പോകൂല. അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന പോളിനേഷൻ നടക്കുക. ഒരു ഫ്ലവറിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന പോളിനേഷൻ നടക്കുക. ഒരു ഫ്ലവറിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് പോളിനേഷൻ നടക്കുന്നതിന് വിളിക്കുന്ന പേരാണെന്ത്? ഓട്ടോഗമി അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ. ക്ലീസോഗ്യാമസ് ഫ്ലവർ എപ്പോഴും അടഞ്ഞായിരിക്കണേ. അടഞ്ഞിരിക്കുന്നത് കൊണ്ട് അവരെപ്പോഴും എന്ത് കാണിക്കണേ? സെൽഫ് പോളിനേഷൻ. അടഞ്ഞിരിക്കുന്ന കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പോളൻ ഗ്രെയിൻസ് വേറെങ്ങും പോകാതെ അതിൻ്റെ തന്നെ സിഗ്മയിൽ വീഴും. അതിൻ്റെ തന്നെ സിഗ്മയിൽ വീഴുന്ന കാരണമാണ് എന്തു പറയലേ? ക്ലീസോഗ്യാമസ് ഫ്ലവർ എപ്പോഴും സെൽഫ് പോളിനേഷനാ കാണിക്കുന്നതെന്ന്, ഓട്ടോഗ്യാമസാ കാണിക്കുന്നതെന്ന്. മനസ്സിലായോടാ? ഈ അടഞ്ഞിരിക്കുന്ന കാരണം പോളൻ ഗ്രെയിൻസ് പുറത്തൊന്നും പോകാതെ ആ ആന്തറിൽ നിന്ന് വരുന്ന പോളൻ ഗ്രെയിൻസ് അതിൻ്റെ തന്നെ സിഗ്മയിൽ വീഴും. സെൽഫ് പോളിനേഷൻ നടക്കും. അടുത്ത മക്കളെ, ഈ ക്ലീസോഗ്യാമസ് ഫ്ലവറിന്റെ അഡ്വാൻറ്റേജ് എന്താ? എടാ, ക്ലീസോഗ്യാമസ് ഫ്ലവറിന്റെ അഡ്വാൻറ്റേജ് എന്താ? ക്ലീസോഗ്യാമസ് ഫ്ലവർ എന്താ നടത്തുക? എപ്പോൾ നോക്കിയാലും സെൽഫ് പോളിനേഷൻ നടത്തുക. സെൽഫ് പോളിനേഷൻ എപ്പോഴും നടത്തുക ആര്? ക്ലീസോഗ്യാമസ് ഫ്ലവർ. സെൽഫ് പോളിനേഷൻ എപ്പോഴും നടത്തുന്ന കാരണം ഈ പ്ലാന്റ്സിൽ എന്ത് പറ്റും? ഈ ഫ്ലവറിൽ എന്ത് പറ്റും? എപ്പോഴും സീഡ് ഉണ്ടായിക്കൊണ്ടിരിക്കും. സെൽഫ് പോളിനേഷൻ നിരന്തരം നടക്കുന്ന കാരണം ഈ പ്ലാന്റ്സിൽ എപ്പോഴും എന്തുണ്ടാകും? സീഡ് ഉണ്ടാകും. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. എന്താ? എപ്പോഴും സീഡ് ഉണ്ടാകും. ക്ലീസോഗ്യാമസ് ഫ്ലവറിൽ നിരന്തരം സെൽഫ് പോളിനേഷൻ നടക്കും. വേറെ പോളിനേറ്റിംഗ് ഏജൻസോ അല്ലെങ്കിൽ ജീറ്റിനോഗമിയോ അല്ലെങ്കിൽ ക്രോസ് പോളിനേഷനോ ഒന്നും വേണ്ട. എപ്പോഴും സെൽഫ് പോളിനേഷൻ നടക്കുക. എപ്പോഴും സെൽഫ് പോളിനേഷൻ നടക്കുന്ന കാരണം ഈ പ്ലാന്റിൽ എപ്പോഴും എന്തുണ്ടാകും? സീഡ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് ക്ലീസോഗ്യാമസിന്റെ അഡ്വാൻറ്റേജ്. അഷ്വേർഡ് സീഡ് സെറ്റ് എന്ന് വിളിക്കുക. അഷ്വറി എന്ന് പറഞ്ഞാൽ എന്താ? ഉറപ്പായിട്ടും സീഡ് ഉണ്ടാക്കുക. അഷ്വേർഡ് സീഡ് സെറ്റ് എന്ന് വിളിക്കുക. അടുത്ത എന്താണ് ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജ്? ഈ പ്ലാന്റ്സിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്താ? ഈ പ്ലാന്റ്സിൽ എപ്പോഴും എന്താ നടക്കുക? എപ്പോഴും എന്താ നടക്കുക സാറേ? ഞാൻ പറയാ സെൽഫ് പോളിനേഷനാ എപ്പോഴും നടക്കുന്ന. എന്താ? സെൽഫ് പോളിനേഷൻ നടക്കുക. സെൽഫ് പോളിനേഷൻ നടന്നാൽ എന്തുണ്ടാകും? എപ്പോഴും സീഡ് ഉണ്ടാകും. സീഡൊക്കെ ഉണ്ടാകും, കാര്യം ശരിയാ. പക്ഷേ ഈ സീഡ് എന്താ? ഈ അച്ഛൻ്റെ അമ്മേൻ്റെ പോലെ തന്നെ ആയിരിക്കും, ഒരു വേരിയേഷനും കാണില്ല. അതാണ് പ്രശ്നം. സെൽഫ് പോളിനേഷൻ നടക്കുമ്പോഴുള്ള പ്രശ്നം എന്താ? നോ വേരിയേഷൻ. അവർക്ക് എന്തുണ്ടാകൂല? വേരിയേഷൻ ഉണ്ടാകൂല. ക്ലീസോഗ്യാമസ് ഫ്ലവർ അടഞ്ഞിരിക്കുന്ന കാരണം എപ്പോഴും സെൽഫ് പോളിനേഷൻ നടക്കും. സെൽഫ് പോളിനേഷൻ നടക്കുന്ന കാരണം എപ്പോഴും അവർ സീഡ് ഉണ്ടാക്കും, എന്ത് കണ്ടീഷനിലും. അതാണ് അഡ്വാൻറ്റേജ്. എപ്പോഴും സീഡ് ഉണ്ടാക്കും.
സീഡ് ഉണ്ടാക്കിയ മാത്രം പോരാ, ഈ ഉണ്ടാകുന്ന സീഡ് എപ്പോഴും അച്ഛനമ്മമാരെ പോലെ തന്നെ ആയിരിക്കും. സെൽഫ് പോളിനേഷൻ അല്ലേടാ, മെയിൽ ഗെമറ്റും ഫീമെയിൽ ഗെമറ്റും അച്ഛനിത്ത് തന്നല്ലേ വരുന്ന, ഒരേ ചെടിയിൽ നിന്ന് തന്നെയല്ലേ വരുന്നേ. അപ്പൊ എന്താ, സെൽഫ് പോളിനേഷൻ നടന്നാലും ഉണ്ടാകുന്ന സീഡിൽ വേരിയേഷൻ ഉണ്ടാകൂല, അതാണ് ഡിസ്അഡ്വാൻറ്റേജ്. സീഡ് ഉണ്ടാകും, ഇതാണ് അഡ്വാൻറ്റേജ്. പക്ഷെ സീഡിലെ കുട്ടികൾക്ക് എന്തില്ല, വേരിയേഷൻ ഇല്ല, നോ വേരിയേഷൻ, അതാണ് ഡിസ്അഡ്വാൻറ്റേജ്. ക്ലീസോഗ്യാമസിന് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, സീഡ് ഉണ്ടാക്കല. ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ, വേരിയേഷൻ ഉണ്ടാക്കുന്നില്ല, അതാണ് ഡിസ്അഡ്വാൻറ്റേജ്. സെറ്റല്ലേ മക്കളെ? അടഞ്ഞിരിക്കുന്ന കാരണമാണ് എപ്പോഴും സെൽഫ് പോളിനേഷൻ നടക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. നോക്കടാ, ഈ ചിത്രം ഇതേതാ, PPR 322 അല്ലെ? ഈ ചിത്രം ആരുടെയാ, PPR 322. ഓക്കെ, ഇതൊരു എന്താ പറയാ, ഒരു പ്ലാസ്മിഡ് ആണ്, PPR ഒരു വെക്ടറാണ്, PPR 322. അതിന്റെ ക്വസ്റ്റ്യൻ നോക്കടാ. ഇതിൽ നിന്ന് 2 സെലക്ടബിൾ മാർക്കർ എടുക്കാനാ പറഞ്ഞത്. ഏതാടാ, PPR 322 2 സെലക്ടബിൾ മാർക്കർ ഉണ്ട്. ഏതൊക്കെയാ PPR 322 2 സെലക്ടബിൾ മാർക്കർ? ഒന്ന് ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീന്, 2 ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീന്. 2 സെലക്ടബിൾ മാർക്കർ ഏതൊക്കെ? ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീൻ ഉണ്ട് സാർ, പിന്നെ ഏതാ, ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ ഉണ്ട് സാർ. ഇത് രണ്ടുമാണ് എന്ത്, PPR 322 സെലക്ടബിൾ മാർക്കർ. ഏതൊക്കെ? ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീനും ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീനും. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, റൈറ്റ് എനി 2 ക്ലോണിംഗ് സൈറ്റ്. ക്ലോണിംഗ് സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, റെസ്ട്രിക്ഷൻ സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ വെക്ടറിനെ എൻസൈമുകൾ മുറിക്കുന്ന സ്ഥലം. വെക്ടറിനെ എൻസൈമുകൾ മുറിക്കുന്ന സ്ഥലത്തെ വിളിക്കുന്ന പേരാ ക്ലോണിംഗ് സൈറ്റ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ സൈറ്റ്. നോക്കടാ, 8 ക്ലോണിംഗ് സൈറ്റ് ഉണ്ട് ഇവിടെ, 8 ക്ലോണിംഗ് സൈറ്റ്. നോക്കടാ, ഓക്കെ, ഇവിടെ നോക്കിയോ, ഇതാണ് ഈക്കോ R1ന്റെ സൈറ്റ്. ഈക്കോ R1 വന്നിട്ട് ഈ വെക്ടറിനെ ഇവിടാണ് മുറിക്കുക, ഇവിടാണ് CLAV1 മുറിക്കുക, ഇവിടാണ് HindIII മുറിക്കുക, ഇവിടാണ് BAMH1 എന്ന് പറയുന്ന എൻസൈം മുറിക്കുക, ഇവിടാണ് SAL1 എന്ന് പറയുന്ന എൻസൈം മുറിക്കുക, ഇവിടാണ് PHG1 എന്ന് പറഞ്ഞ എൻസൈം മുറിക്കുക, ഇവിടാണ് PVU1 എന്ന് പറഞ്ഞ എൻസൈം മുറിക്കുക. കണ്ടോ, 8 എൻസൈമുകള് മുറിക്കുന്ന സ്ഥലമുണ്ട്. എവിടെ? PPR 322. എൻസൈമുകൾ മുറിക്കുന്ന സ്ഥലത്തെ എന്തെന്ന് വിളിക്കുക? ക്ലോണിംഗ് സൈറ്റ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ സൈറ്റ്. 8 സൈറ്റുകൾ ഉണ്ട്. ഈ 8 ഏതെങ്കിലും 2 എഴുതിയാൽ മതി കേട്ടോ. ഒന്നെങ്കിൽ ഈക്കോ R1 എഴുതാം, അല്ലെങ്കിൽ CLAV1 എഴുതാം, അല്ലെങ്കിൽ HindIII എഴുതാം, അല്ലെങ്കിൽ BAMH1 എഴുതാം. ഏതെങ്കിലും ഒരു 2 ക്ലോണിംഗ് സൈറ്റ് എഴുതി വെച്ചാൽ മതി. 2 എൻസൈമിന്റെ ഏതെങ്കിലും ക്ലോണിംഗ് സൈറ്റ് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഓക്കേടാ, അടുത്ത റൈറ്റ് ദ ഫങ്ഷൻ ഓഫ് ROP. മക്കളെ, ഈ കാണുന്ന ROPന്റെ പണി എന്താ? ROPന്റെ പണി എന്താ അറിയാം മക്കളെ? പ്രോട്ടീനെ ഉണ്ടാക്കുക. എന്തിനു വേണ്ടിയുള്ള പ്രോട്ടീനെ? ഈ വെക്ടറിന്റെ റെപ്ലിക്കേഷന് വേണ്ടിയുള്ള പ്രോട്ടീനെ ഉണ്ടാക്കുക. എടാ, റെപ്ലിക്കേഷൻ നടക്കണമെങ്കിൽ പ്രോട്ടീൻ ഉണ്ടാകണം. ആ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന പണിയാണ് ആർക്ക്? ഈ ROP ജീന്. ROP ജീൻ produces protein for replication. ഈ വെക്ടർ റെപ്ലിക്കേറ്റ് ചെയ്യാൻ, ഇരട്ടിക്കാൻ പ്രോട്ടീൻ വേണം. ആ പ്രോട്ടീന് തരുന്നതാണ് ആര്? നമ്മുടെ ROP ജീന്. ROP ജീൻ പ്രൊവൈഡ് പ്രോട്ടീൻ ഫോർ റെപ്ലിക്കേഷൻ. അടുത്താണ് മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ഹൗ വി ക്യാൻ ഐഡന്റിഫൈ റീകോമ്പിനന്റ് ആൻഡ് ട്രാൻസ്ഫോർമെന്റ്? സെറ്റാണ്, ഒന്നുമില്ല. റീകോമ്പിനന്റും ട്രാൻസ്ഫോർമെന്റും ഒക്കെ തിരിച്ചറിയണമെങ്കിൽ സെലക്ടബിൾ മാർക്കറിനെ കുറിച്ച് ആദ്യം അറിയണം കേട്ടോ. സെലക്ടബിൾ മാർക്കർ എന്ന് പറഞ്ഞാൽ ജീനാണ്. PPR 322 2 സെലക്ടബിൾ മാർക്കർ ഉണ്ട്. ഏതൊക്കെ? ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീനും ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീനും. അതേപോലുള്ള ജീനുകളാണ് എന്ത്? സെലക്ടബിൾ മാർക്കർ. ഒന്നുമില്ല, ഒരു സാധനത്തെ സെലക്ട് ചെയ്യാൻ സഹായിക്കുന്ന മാർക്കർ, അതാണ് സെലക്ടബിൾ മാർക്കർ. എന്നെ നിങ്ങൾ എങ്ങനെ സെലക്ട് ചെയ്യുക? ബാക്കിയുള്ളവരിൽ നിന്ന് ഒരു സാധനം തുള്ളിച്ചാടുന്നുണ്ട്, എന്തൊക്കെയോ കാട്ടുന്നുണ്ട്, ക്യാമറയിൽ വന്ന എന്തൊക്കെയോ പഞ്ചാര മുഞ്ചാര എന്ന് പറയുന്നുണ്ട്. പഞ്ചാര മുഞ്ചാര എന്ന് പറഞ്ഞാൽ ഞാനല്ലേ, അത് എന്നെ സെലക്ട് ചെയ്യാനുള്ള ഒരു പ്രത്യേകതയാണ്. വേറൊരു സാറ് ഞാൻ പറയാം, വേറെന്താ പറയാം, ഇപ്പൊ എന്താ, വേറൊരു സാറ് വരിക,
വേറെ സാറിന് വേറൊരു ഭാഷയായിരിക്കും അല്ലെ, വേറെ സാറിന് വേറൊരു രീതിയായിരിക്കും. ഓരോരുത്തരുടെയും രീതി വെച്ചല്ലേ നിങ്ങൾ സെലക്ട് ചെയ്തേ. അപ്പോൾ ഓരോരുത്തരുടെ രീതിനെ എന്തെന്ന് വിളിക്കാം? സെലക്ടബിൾ മാർക്കർ. അങ്ങനെ ഓരോ സാധനത്തെയും തിരിച്ചറിയണമെങ്കിൽ ഓരോ ജീനുകൾ ഉണ്ട് അവരുടെ ദേഹത്ത്. ആ ജീനുകളാണെന്ത്? സെലക്ടബിൾ മാർക്കർ ബയോളജിയിൽ. ശ്രദ്ധിച്ചോടാ, എൻ്റെ കയ്യിൽ ഒരു ബാക്ടീരിയൽ സെല്ലുണ്ട്. എൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു ബാക്ടീരിയ സെല്ലുണ്ട്. ഈ ബാക്ടീരിയ സെല്ലിന്റെ മുകളിലേക്ക് ഞാൻ എന്തൊഴിച്ചു? ആംബിസിലിൻ എന്ന് പറയുന്ന ഒരു ആന്റിബയോട്ടിക് ഒഴിച്ചു. ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ? ബാക്ടീരിയ കൊല്ലുന്ന ആൾക്കാരാ. ആംബിസിലിൻ ഒഴിച്ചാൽ ബാക്ടീരിയ ചാകാം. ടെട്രാസൈക്ലിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആന്റിബയോട്ടിക്കാ. അതൊഴിച്ചാലും വേണമെങ്കിൽ ബാക്ടീരിയ ചാകാം. ആംബിസിലിൻ ഒഴിച്ചാലും ബാക്ടീരിയ ചാകാം. ടെട്രാസൈക്ലിൻ ഒഴിച്ചാലും ബാക്ടീരിയ ചാകാം. ഈ ആംബിസിലിൻ ഒഴിച്ചിട്ടും ടെട്രാസൈക്ലിൻ ഒഴിച്ചിട്ടും രണ്ടും ഒഴിച്ചിട്ടും ചാകാത്ത ബാക്ടീരിയൽ സെല്ലാണ് എന്തെന്ന് വിളിക്കുക? ട്രാൻസ്ഫോർമെന്റ് എന്ന് വിളിക്കുക. ആംബിസിലിൻ ഒഴിച്ചിട്ടും ടെട്രാസൈക്ലിൻ ഒഴിച്ചിട്ടും ചാകാത്ത ബാക്ടീരിയകളാണ് ട്രാൻസ്ഫോർമെന്റ് ബാക്ടീരിയ. എങ്ങനെ ട്രാൻസ്ഫോർമെന്റിനെ മനസ്സിലാകുക? സാറേ, ആംബിസിലിനോ ടെട്രാസൈക്ലിനോ ഒഴിക്കുക, രണ്ടും ഒഴിക്കണം. രണ്ടും ഒഴിച്ചിട്ടും ചാകാത്ത സെല്ലുകളാണ് ട്രാൻസ്ഫോർമെന്റ് സെല്ല്. ആംബിസിലിൻ ഒഴിച്ചിട്ടും ടെട്രാസൈക്ലിൻ ഒഴിച്ചിട്ടും ചാകാത്ത സെല്ലുകളാണ് ട്രാൻസ്ഫോർമെന്റ് സെല്ല്. എന്നാൽ വേറൊരു ബാക്ടീരിയ, ആ ബാക്ടീരിയ സെല്ലിന്റെ മുകളിലേക്ക് ഞാൻ എന്തൊഴിച്ചു? ആംബിസിലിൻ ഒഴിച്ചു. ആംബിസിലിൻ ഒഴിച്ചപ്പം ആ ബാക്ടീരിയക്ക് ഒന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഇതേ ബാക്ടീരിയന്റെ മുകളിൽ ഞാൻ ടെട്രാസൈക്ലിൻ ഒഴിച്ചു. ടെട്രാസൈക്ലിൻ ഒഴിച്ചപ്പോൾ എന്താ പറ്റിയേ? ബാക്ടീരിയ ചത്തടാ. ഇങ്ങനെ ആംബിസിലിൻ ഒഴിക്കുമ്പം ചാകാതെയും, എന്നാൽ അതേ ബാക്ടീരിയയില് ടെട്രാസൈക്ലിൻ ഒഴിച്ചപ്പം ആ ബാക്ടീരിയ ചത്തു. ഇങ്ങനെ ടെട്രാസൈക്ലിൻ ഒഴിക്കുമ്പം ചാകുന്ന ബാക്ടീരിയയാണ് എന്ത് ബാക്ടീരിയ എന്ന് വിളിക്കുക? റീകോംബിനന്റ് ബാക്ടീരിയ എന്ന് വിളിക്കുക. എന്ത് ബാക്ടീരിയ എന്ന് വിളിക്കുക? റീകോംബിനന്റ് ബാക്ടീരിയ എന്ന് വിളിക്കുക. അപ്പൊ നോക്കടാ, ആംബിസിലിൻ ഒഴിച്ച് സാറേ, ടെട്രാസൈക്ലിൻ ഒഴിച്ച് സാറേ, രണ്ടും ഒഴിച്ചിട്ട് ഇവൻ ചാകുന്നില്ല സാറേ. ചാകുന്നില്ലെങ്കിൽ ഈ സെല്ലാരാ? ട്രാൻസ്ഫോർമെന്റ് എന്നാ വിളിക്കുക. ആംബിസിലിൻ ഞാൻ ഒഴിച്ചു കൊടുത്തു, അപ്പൊ അവൻ ജീവിച്ചു. എന്നാൽ ടെട്രാസൈക്ലിൻ ഒഴിച്ചപ്പോ അവൻ ചത്തു സാറേ. ഇങ്ങനെ ടെട്രാസൈക്ലിൻ ഒഴിക്കുമ്പോൾ ചാകുന്ന സെല്ലാണ് റീകോംബിനന്റ് സെല്ല്. ഇനി മൂന്നാമതൊരു സെല്ലുണ്ട്. ആ ബാക്ടീരിയ സെല്ലില് ഞാൻ ആംബിസിലിൻ ഒഴിച്ചപ്പോഴും ചത്തു, പിന്നെന്താ? ടെട്രാസൈക്ലിൻ ഒഴിച്ചാലും ചാകും. ആംബിസിലിൻ ഒഴിച്ചാലും ചാകുന്നതും ടെട്രാസൈക്ലിൻ ഒഴിച്ചാലും ചാകുന്നതും രണ്ടും ഒഴിച്ചാൽ ചാകുന്ന സെല്ലാണ് നോൺ ട്രാൻസ്ഫോർമെന്റ്. രണ്ടും ഒഴിച്ചാൽ ചാകുന്ന സെല്ലാണ് നോൺ ട്രാൻസ്ഫോർമെന്റ്. അപ്പൊ നമുക്ക് 3 സെല്ലുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. 1 ട്രാൻസ്ഫോർമെന്റ്, 2 റീകോംബിനന്റ്, 3 നോൺ ട്രാൻസ്ഫോർമെന്റ്. ആംബിസിലിനും ടെട്രാസൈക്ലിനും രണ്ടും ഒഴിക്കുമ്പം ചാകാത്തതാണ് ട്രാൻസ്ഫോർമെന്റ് സെല്ല്. ആംബിസിലിൻ ഒഴിച്ചു പ്രശ്നമില്ല, എന്നാൽ ടെട്രാസൈക്ലിൻ ഒഴിച്ചപ്പം ചത്ത സെല്ലാണ് റീകോംബിനന്റ് സെല്ല്. ആംബിസിലിൻ ഒഴിച്ചാലും ടെട്രാസൈക്ലിൻ ഒഴിച്ചാലും രണ്ടിലേതൊഴിച്ചാലും ചാകുന്ന സെല്ലാണ് നോൺ ട്രാൻസ്ഫോർമെന്റ് സെല്ല്. അപ്പം എങ്ങനെ നമുക്ക് റീകോംബിനന്റിനെ നോൺ റീകോംബിനന്റിനെ തിരിച്ചറിയാം? ഇതേപോലെ ആന്റിബയോട്ടിക്സ് ഒഴിച്ചാൽ മതി. ആന്റിബയോട്ടിക്സ് ഒഴിക്കണം. ആംബിസിലിനും ടെട്രാസൈക്ലിനും ഒഴിക്കണം. ആംബിസിലിനും ടെട്രാസൈക്ലിനും ഒഴിച്ചിട്ടും ചാകാത്തതാണ് ട്രാൻസ്ഫോർമെന്റ്. ആംബിസിലിൻ ഒഴിച്ചിട്ട് ടെട്രാസൈക്ലിൻ ഒഴിച്ചപ്പം ചത്ത സെല്ലാണ് ട്രാൻസ്ഫോർമെന്റ് അല്ല റീകോംബിനന്റ്. സെറ്റല്ലടാ, ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. റെഡി അല്ലടാ? ഇത് കണ്ടാൽ മനസ്സിലാവൂലേ? റെഡിയല്ലേ? പഠിച്ചോനെ മനസ്സിലാവണ്ടോ? ആർക്കറിയാം? ഓക്കെ, മനസ്സിലാക്കണം കേട്ടോ. ഓക്കെടാ മക്കളെ, എന്നാ ഈ ക്വസ്റ്റ്യൻ നോക്കടാ. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ. 1 2 3 4 5 6 നോക്കടാ. ഈ ക്വസ്റ്റ്യൻ നോക്കടാ, ഭയങ്കര എളുപ്പമാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കടാ. ഈ ക്വസ്റ്റ്യൻ നോക്കടാ. ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇതേപോലെ നമ്മൾ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ ബാക്കിയുള്ള ടഫായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും പറയാം. ശ്രദ്ധിച്ചോ. ഐഡന്റിഫൈ 2 സെല്ല്. കൊള്ളാലോ സാറേ, നല്ല പച്ച സാധനം, നല്ല കിണ്ണം കാച്ചിയ സാധനം. ഇതെന്താ സാധനം? ഈ 2 സാധനം ഏതാ? ഇത് കൊള്ളാം സാറേ, ഞമ്മക്കറിയാലോ. ഇതെന്താ സാധനം? ഈ വലിയ സെല്ല്. ഇത് കാണിച്ചിരിക്കുന്ന ആരാ? പോളൻ ഗ്രെയിനാ.
പോളൻഗ്രെയിനിലെ വലിയ സെല്ലിന്റെ പേരെന്താ? പോളൻഗ്രെയിനിലെ ഈ കാണുന്ന വലിയ സെല്ലിന്റെ പേരാണ് എന്ത് വെജിറ്റേറ്റീവ് സെൽ. പോളൻഗ്രെയിൻസിലെ വലിയ സെല്ലാണ് ഏത്? വെജിറ്റേറ്റീവ് സെല്ല്. അപ്പൊ സാറേ ഈ ചെറിയ സെല്ല് ഏതാ? ഈ ചെറിയ സെല്ല് ആണ് ഏത്? ജനറേറ്റീവ് സെല്ല്. അപ്പൊ പോളൻഗ്രെയിൻസിലെ 2 സെല്ലുണ്ട്. വലിയ സെല്ല് വെജിറ്റേറ്റീവ്, ചെറിയ സെല്ല് ജനറേറ്റീവ്. മക്കളെ ഈ വെജിറ്റേറ്റീവ് സെല്ല പിന്നീട് എന്തായിട്ട് മാറുക? 2 മെയിൽ ഗമേറ്റ്. ഈ വെജിറ്റേറ്റീവ് സെല്ല പിന്നീട് എന്തായിട്ട് മാറുക? 2 മെയിൽ ഗമേറ്റ്. ഒരു പോളൻഗ്രെയിനിലെ 2 സെല്ലുണ്ട്. ഏതൊക്കെ? വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും. ജനറേറ്റീവ് സെല്ല 2 മെയിൽ ഗമേറ്റ് ആയിട്ട് മാറുക. മക്കളെ ഈ വെജിറ്റേറ്റീവ് സെല്ലിലെ, ഈ വലിയ വെജിറ്റേറ്റീവ് സെല്ലിലെ അതാണ് പിന്നീട് എന്തായിട്ട് മാറുക? പോളൻ ട്യൂബായിട്ട് മാറുക. വെജിറ്റേറ്റീവ് സെല്ല് പോളൻ ട്യൂബ് ആകും, ജനറേറ്റീവ് സെല്ല് 2 മെയിൽ ഗമേറ്റ് ആകും. ഇതാണ് ഈ സെല്ലുകളുടെ പെക്യുലാരിറ്റി ചോദിച്ച് ഇത് പറഞ്ഞാൽ മതി. ഒരു പോളൻഗ്രെയിൻ എടുത്താൽ വലിയ സെല്ലും കാണാം, ചെറിയ സെല്ലും കാണാം. വലിയ സെല്ലാണ് സാറേ വെജിറ്റേറ്റീവ് സെല്ല്. വലുത് വെജിറ്റേറ്റീവ്, അങ്ങനെ ഓർത്താൽ മതി. ചെറിയ സെല്ല ജനറേറ്റീവ് സെൽ. വലിയ സെല്ലായ വെജിറ്റേറ്റീവ് സെല്ല് പോളൻ ട്യൂബ് ആകും. ചെറിയ സെല്ലായ ജനറേറ്റീവ് സെല്ല് എന്താകും? 2 മെയിൽ ഗമേറ്റ് ആകും. 2 മെയിൽ ഗമേറ്റ്. ഇത്രയുള്ളടാ ഈ വീഡിയോയിൽ. നമ്മൾ ഒരു വീഡിയോ കൂടെ പവറാക്കി ചെയ്യുന്നുണ്ട്. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിൻ്റെ ഉത്തരം ഒന്ന് കമൻറ്റ് ചെയ്യണടാ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്താണ് നിങ്ങൾക്ക് മനസ്സിലായെന്നൊക്കെ നിങ്ങൾ പറഞ്ഞ ഒരു പ്രശ്നമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് തിരുത്താൻ പറ്റുമോ. എൻ്റെ ചോദ്യം ഇതാണ്. ഈ കണ്ടിരിക്കുന്ന ഈ പോളൻഗ്രെയിനിന് 2 ലെയറുണ്ട്, എക്സൈനും ഇൻറ്റൈനും. ഈ എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്ന സാധനം എന്താ? അതൊന്ന് കമൻറ്റ് ചെയ്യണേടാ. ഈ വീഡിയോ കണ്ട എല്ലാവരും പവറാക്കണടാ. അടിച്ചു പൊളിച്ചോടാ. ഈ എക്സാം നമുക്കുള്ളടാ. ഓക്കെ, ബൈ. പലർക്കും ഞാൻ കിങ്ങിണി, ചിലർക്ക് ഞാൻ വാഴ, എനിക്ക് ഞാൻ തന്നെ. ഓക്കെ.